വിജയത്തിന് ഒരുപാട് അപ്പന്മാരുണ്ടാവും, പരാജയത്തിന് ഒറ്റ അപ്പനേ ഉണ്ടാവുള്ളൂ. അത് അതിന്റെ സംവിധായകനായിരിക്കും. അത് അയാൾ ഒറ്റയ്ക്ക് തന്നെ ചുമക്കേണ്ടി വരും. അതിന് അവകാശികൾ ഉണ്ടാവില്ല. അതിനേക്കാൾ അപ്പുറം ഒരു റിവാലുവേഷൻ, കഥ തെരഞ്ഞെടുത്തതിലാണോ, അവതരണ രീതിയിലാണോ, അഭിനേതാക്കളെ ചൂസ് ചെയ്തതിലാണോ, എവിടെയാണ് പാളിച്ച പറ്റിയെന്നുള്ള ഒരു അവലോകനം ഒരുമിച്ച് അങ്ങനെ. അല്ല, എപ്പോഴും ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ റൈറ്ററും ഡയറക്ടറും മാത്രമാവും ഇതിന്റെ പാപഭാരം ചുമക്കേണ്ട ആൾക്കാർ. നഷ്ടം തീർച്ചയായിട്ടും നിർമ്മാതാവിന് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ആളുകൾ അടുത്ത പടങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അവർക്ക് ആ പടം ഓടുന്ന വിചാരിച്ച, പക്ഷെ ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. പക്ഷെ ഒരു റൈറ്റർക്ക് പോകാൻ പറ്റില്ല, ഒരു ഡയറക്ടർക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം അവരാണ് അതിന് ആൻസറബിൾ ആയിട്ടുള്ള ആൾക്കാർ. എൻഡ് ഓഫ് ദ ഡേ ഡയറക്ടറുടെ തലയിലായിരിക്കും. ബേസിക്കലി സംഭവിക്കുന്നത് ഈ സംവിധായകൻ ആകെ ഷാറ്റേർഡ് ആവും. എല്ലാ സൈഡിൽ നിന്നുള്ള അറ്റാക്സ് ഉണ്ടാവും, പരിഹാസം ഉണ്ടാവും. പണ്ടാണെങ്കിൽ അതില്ലായിരുന്നു. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു, അതിന്റെ റെസ്പോൺസിബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി ഡയറക്ടർക്ക് ഉണ്ടാവുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സിനിമ പ്രശ്നമായാൽ ആദ്യ ഷോ തീരുന്നതിന് മുമ്പ് തൊട്ട് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അബ്യൂസിങ് ആരംഭിക്കും. അത് അയാളുടെ ഒരു മൊറലിനെ തകർക്കും, അയാളെ മെന്റലി തകർത്തും. പലപ്പോഴും ഡയറക്ടേഴ്സിനെ അറിയിക്കില്ല. ഈ ചുറ്റും നിന്നിട്ട് ആരും പരാജയപ്പെട്ട വിവരം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സംവിധായകനെ അറിയാം. അദ്ദേഹത്തിനെ അറിയിക്കില്ല. ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ആൾക്കാർ അത് കുഴപ്പമില്ല, മറ്റേ സ്ഥലത്ത് നല്ല റെസ്പോൺസാണ്, ഈ തിയേറ്ററിൽ നല്ല റെസ്പോൺസാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പടം പൊട്ടിയിട്ടുണ്ടാവും.